അവിടെ പോവുകയാണ് ഗൈസ്. ഹായ്. ഇന്നത്തെ സ്പെഷ്യൽ എന്താ? മരുന്ന് ബീഫ്. അതെ, മരുന്ന് ബീഫ് കഴിക്കാനായിട്ട് ഞങ്ങൾ എല്ലാരും കൂടെ രാവിലെ ഒരു 7 മണിക്ക് ഇറങ്ങി. ഇപ്പൊ 7:40 തിരക്കൊക്കെ. അവിടെ തുമ്മലും തീറ്റലും രാവിലെ ഉറക്കണിക്കാത്ത രണ്ടെണ്ണത്തിനെ കൊണ്ട് മരുന്ന് ബീഫ് കഴിക്കാൻ പോവാണ്. ചെല്ലമ്മ മിക്കാറും തീരും. ഇനി ഈ വീഡിയോ ആ മാമൻ കാണുന്നുണ്ടെങ്കിൽ മാമനോട് ഒരു ഹംബിൾ റിക്വസ്റ്റ് ഉണ്ട്. ഒരു 12 മണിക്ക് സ്റ്റാർട്ട് ചെയ്യണം പ്ലീസ്. അതെ 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 അതെ. ഇങ്ങനെയെങ്കിലും രാവിലെ എണീക്കണം പിള്ളേരെ. ചെല്ലമ്മ കിട്ടുമില്ലെന്ന് അറിഞ്ഞുകൂടാ. 7:40 അല്ലേ? 7:40 ഗൂഗിളിൽ കാണിക്കുന്ന 9:30 തുടങ്ങുമെന്നാ. ഞങ്ങൾ 5 മണി തൊട്ട് ഉറക്കം ഒഴിപ്പിച്ച് നിർത്തിയിരിക്കുവായത്. ഇതൊക്കെ ഒരുമാതിരി ടോർച്ചറാണ്. നമ്മള് കണ്ട വീഡിയോസിലെല്ലാം പറയുന്നത് ടോർച്ചറാണ്. അങ്ങനെയൊന്നുമില്ല. നമ്മള് കണ്ട വീഡിയോസിൽ പറയുന്നത് രാവിലെ 9 to 10 മണിനകത്ത് തീരുമെന്നാണ്. അപ്പൊ നമുക്ക് അതിന് മുമ്പ് എത്തണ്ടേ? എന്തായാലും നമുക്കൊന്ന് പോയി കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഞങ്ങള് പോയിട്ട് കറക്റ്റ് സമയം നിങ്ങളെ അറിയിക്കണം. അതെ അതെ, അറിയിക്കാം. അതെ, രാവിലെ ആദ്യമായിട്ട് ഉറക്കം അണിച്ചോണ്ടുള്ള തുമ്മല്. 12 മണി കാണാതെ ഇന്ന് ഉറക്കം അണിക്കത്തില്ല രണ്ടും. എന്താ ലൈഫാണോ എന്തോ ദൈവമേ. ജോലിക്കും പോകൂല അല്ലേ? ലിപ്സ്റ്റിക്ക് മാത്രം രാവിലെ ഉറക്കം അണിച്ചാൽ കിട്ടിയിട്ടുണ്ട് രണ്ടും. അത് തന്നെ. നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇതാണ് കടയെന്നാണ് നമ്മളൊരു വിശ്വാസം അല്ലേ? അവിടെ ആരെയും കാണാനില്ല. നമ്മളെ ഇൻസ്റ്റാഗ്രാം ചതിച്ചതാണെന്ന് തോന്നല്ലേ? എന്തൊക്കെ ബഹളങ്ങളായിരുന്നു അറിയാമോ? മനുഷ്യനെ രാവിലെ 5 മണിക്ക് വിളിച്ചിടത്തേട്ട് പറയാ 10 മണിക്ക് 8 മണിക്ക് ചെന്നാൽ അവിടെ 10 മണിക്ക് പോലും കിട്ടത്തില്ല. അവിടെ ഭയങ്കര തിരക്കാന്ന് പറഞ്ഞിട്ട് മനുഷ്യന്റെ രാവിലത്തെ പ്രഭാത കർമ്മങ്ങൾ. രാവിലെ എത്തി. ശേഷം 10 മണിയാകുമ്പോഴേ കിട്ടുള്ളൂ. 10 മണിയാകുന്ന അവിടെ നാം പാചകത്തിലാണ്. 10 മണിയാകുമ്പോഴേ കിട്ടത്തുള്ളൂ. ഗൂഗിളിൽ മര്യാദക്ക് അവർ പറഞ്ഞു 9:30 ഓപ്പണിങ്. ഞങ്ങളും പറഞ്ഞു 9:30. 8 മണിക്ക് ഇറങ്ങിയാൽ മതിയായിരുന്നു. അതിന് 7 മണിക്ക് എഴുന്നേറ്റാ മതിയായിരുന്നു. ഒരു പയ്യൻ 7:30 വന്നു. എത്ര മണിക്ക് എഴുന്നേറ്റെന്നാണ് എന്റെ ഒരു അത് ഫുഡ് കഴിക്കാൻ ആഗ്രഹമുള്ളവര് നേരത്തേക്ക് വരും. 2 റൗണ്ട് കറങ്ങുക, അത്രേ ഉള്ളു. കണ്ടേ ആയിരിക്കുന്നു മാമ പൊറോട്ട പറഞ്ഞ് തീരുന്നില്ല. നീ പോയി സഹായിക്കാൻ ഞാൻ ചായക്കട ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? അതെങ്കിലും ആരെങ്കിലും പറയോ? ഇൻസ്റ്റാഗ്രാമിനോട് ഒരു ചായക്കട തരോ? ദൈവമേ ഫുഡ് ഞാൻ പ്രതീക്ഷിക്കുന്ന അത്ര ഹൈപ്പ് കാണണം. ഇല്ലെങ്കിൽ ഞാൻ അതിന് നിനക്ക് പ്രതീക്ഷിക്കുന്ന നമുക്കല്ലേ, ഞങ്ങള് പ്രതീക്ഷിക്കുന്ന ഹൈപ്പ് വേണം. രാവിലെ എണീറ്റത് ഞങ്ങളാ. നിങ്ങൾ നോക്കോ, ഞാൻ ഒറ്റ കഴിച്ചിട്ട് വരാം. അതല്ലേ അതിന്റെ ഒരു രീതി. കൊള്ളാട്ടോ, സ്ഥലം കൊള്ളാം. എന്നെയല്ല കാണിക്കേണ്ടത്, സ്ഥലത്തിനാണ് കാണിക്കേണ്ടത്. തണുപ്പൊക്കെ ഇവിടെ ഇരിക്കണോണ്ടേ അതാണ് പോകാൻ മതി. എണ്ണ അറിയില്ല. കിട്ടിയേ ഗൈസ്, അവസാനം സാധനം കിട്ടിയിട്ടുണ്ട്. 225 രണ്ടെണ്ണം. അയ്യോ എന്താ തിരക്കെന്ന് കണ്ടോ ഗൈസ്? ഇപ്പോഴത്തെ തിരക്കാണ് കാണുന്നത്. ആ സമയത്ത് ആരും ഇല്ലായിരുന്നു.
അതൊക്കെ അവിടെ അടി ഉണ്ടാക്കി മേടിച്ചതാ, അതൊക്കെ അഴുക്കാവും. അപ്പാപ്പൻ കരിയല്ല, അവിടെ തിരക്കും അടി ഉടക്കും. കിട്ടി ഗായ്സ്, കിട്ടിയിരിക്കുന്നു. കുറെ നേരത്തെ കഷ്ടപ്പാടിനിടയിൽ കിട്ടി. വീർന്ന് വിളിച്ച് അടി ഉടക്ക് തള്ളു. ഞാനാണ് ഫസ്റ്റ് വന്നത്, നീയാണ് ഫസ്റ്റ് വന്നത്. 9:30-ക്കാണ് ഷോപ്പ് തുറക്കുന്നത്, പക്ഷെ ആൾക്കാർ അതിനു മുമ്പേ വന്ന് ക്യൂ നിന്ന്. പക്ഷെ നമ്മളൊന്നും ക്യൂ ഒന്നും ഇല്ല, ഞങ്ങൾ വിചാരിച്ച് പറ്റിച്ചെന്ന്. പക്ഷെ 9:30 ആയപ്പോ എവിടുന്ന് ഉറുമ്പ് വരുന്നതൊക്കെ എല്ലാരും അവിടെ ഇവിടുന്നൊക്കെ വന്ന് കൂടി. അതിനിടയ്ക്ക് ഇൻസ്പെക്ഷൻ, ഫുഡ് ഇൻസ്പെക്ടർ വന്ന് പരിശോധിക്കാനകത്ത് കയറി. കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്. ഇനി ഫുഡ് കഴിച്ചു നോക്കട്ടെ. അതിന് കുഴപ്പമില്ല, ഇറങ്ങിപ്പോയി. അതുകൊണ്ട് കുഴപ്പമില്ല, വേറെ ഒന്നും കൊടുത്തിട്ടില്ല. അപ്പൊ ഇനി നമ്മളിത് കഴിച്ചു നോക്കിയിട്ടാണ് ഇതിന്റെ ബാക്കി പറയുന്നത്. അപ്പം കാത്തിരുന്ന് കിട്ടിയ കനി മണം ഇങ്ങനെ അടിക്കണല്ലേ നമ്മളെ. നീ ബീഫ് കഴിക്കൂലല്ലേ? അങ്ങനെ ഇതാണ് സാധനം. ആ സൈഡല്ലേ എല്ലാവർക്കും വിളമ്പി തരാം. 5 പൊറോട്ട. ഓക്കെ, ഇതിനകത്താണ് ഫസ്റ്റ് 2 പൊറോട്ട, അതിന്റെ ഇടയ്ക്ക് ഇതാണ് ബീഫ്, പിന്നെ അത് കഴിഞ്ഞിട്ട് 2 പൊറോട്ട. ടേസ്റ്റ് ചെയ്ത് നോക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കാം. ടേസ്റ്റ് ചെയ്ത് കൊള്ളാമോ നോക്കാം. മണം അടിക്കുമ്പോഴേ എൻ്റെ നാവിൽ കൂടെ ഒക്കെ വെള്ളം ഊറണം. ഇതാണ് സാധനം. നല്ല ബീഫ്. അങ്ങനെയുണ്ട്. ചിരിക്കടാ. രാവിലെ ഉറക്കം കഴിഞ്ഞ് വന്നതിന് ഉപയോഗം ഉണ്ടായോ? സോ അപ്പോൾ ഇതാണ് ഗൈസ് ഇന്നത്തെ വീഡിയോ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അത്യാവശ്യം നല്ല ഫുഡാണ്, കുഴപ്പമൊന്നുമില്ല. ആദ്യം ചെന്നപ്പോഴത്തേക്കും നമ്മൾ വിചാരിച്ചു ആളില്ല, വെറുതെ പറ്റിപ്പായിരിക്കും. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അത് മനസ്സിലായത്. കൊള്ളാം, ഫുഡ് അത്യാവശ്യം ടേസ്റ്റ് ഉണ്ട്, നല്ല ഏരിയ ഉണ്ട്. ക്യാഷും കൊണ്ട് പോകണം, ഗൂഗിൾ പേ ഇല്ല. 225 രൂപയാവും ഒരെണ്ണം വാങ്ങണേന്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.